ഗൾഫ് രാഷ്ട്രങ്ങൾ എണ്ണയിതര മേഖലകളിൽ നിന്നും വഴിമാറി വിനോദസഞ്ചാരങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുകയാണ്. UAEയും ഖത്തറും അതുതന്നെയാണ് ചെയ്തു വരുന്നത്. ഇപ്പോഴത്തെ സൗദിയും അത്തരത്തിലുള്ള നേട്ടം കുറിക്കുകയാണ്. ആദ്യമായി തന്നെ എണ്ണയിതര വരുമാന സ്രോതസ്സുകൾ വർദ്ധിപ്പിക്കാനുള്ള നീക്കങ്ങളുടെ ഭാഗമായി സൗദി അറേബ്യ പുതിയ എയർലൈൻസ് ആരംഭിക്കാനൊരുങ്ങുന്നതായുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം നടത്തിയിരുന്നത്. സൗദിയെ ലോകത്തിലെ 5ാമത്തെ ഏറ്റവും വലിയ എയർ ട്രാൻസിറ്റ് ഹബ്ബാക്കി മാറ്റാനാണ് ഇതിലൂടെ കിരീടാവകാശി ലക്ഷ്യമിടുന്നത്. സൗദിയുടെ പുതിയ ഗതാഗത ലോജിസ്റ്റിക്സ് നയം പ്രഖ്യാപിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസമാണ് പുതിയ എയർലൈൻസ് ആരംഭിക്കുന്ന കാര്യം കിരീടാവകാശി പ്രഖ്യാപിച്ചത്. എന്നാൽ ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ സൗദി അധികൃതർ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. വ്യോമയാന രംഗത്തെ തന്നെ ഗൾഫ് മേഖലയിലെ രണ്ട് ശക്തികളായ UAEയുമായും ഖത്തറുമായും ഇക്കാര്യത്തിൽ മത്സരിക്കാനുള്ള നീക്കമാണ് സൗദിയുടെ പ്രഖ്യാപനത്തിന് പിന്നിലെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. കൂടാതെ ദുബായ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന എമിറേറ്റ്സ് എയർലൈൻസിനോടും ഖത്തർ എയർവേസിനോടും മത്സരിക്കാൻ കെൽപ്പുള്ളതാണെങ്കിൽ മാത്രമേ മേഖലയിൽ പുതിയൊരു വിമാന കമ്പനിക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ. പുതിയ പ്രഖ്യാപനത്തിലൂടെ ഇത് തന്നെയാണ് കിരീടാവകാശി ലക്ഷ്യമിടുന്നതെന്നും വിലയിരുത്തപ്പെടുകയാണ്. ഇതോടൊപ്പം അന്താരാഷ്ട്ര യാത്രക്കാരുടെ ഒരു ട്രാൻസിറ്റ് കേന്ദ്രമായി റിയാദിൽ പുതുതായി നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന എയർപോർട്ടിനെ ഇതുവഴി മാറ്റാനാകുമെന്ന കണക്കുകൂട്ടലിലാണ് സൗദി. അന്താരാഷ്ട്ര വിമാനസഞ്ചാരികളെ ആകർഷിക്കുന്ന വൻ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് സൗദി. കിരീടാവകാശിയുടെ സ്വപ്ന പദ്ധതികളായ നിയോം സിറ്റി പദ്ധതിയും ചെങ്കടൽ വികസന പദ്ധതിയും ഇതിന്റെ ഭാഗമാണെന്നാണ് പറഞ്ഞു വരുന്നത്. പുതിയ എയർലൈൻസും എയർപോർട്ടും ടൂറിസം വികസനത്തിൽ കൂടുതൽ ഊന്നൽ നൽകിയുള്ളതായിരിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. കോവിഡ് വ്യാപനത്തിന്റെ തൊട്ടു മുമ്പ് 40 ദശലക്ഷം അന്താരാഷ്ട്ര വിനോദസഞ്ചാരികളായിരുന്നു സൗദിയിൽ എത്തിച്ചേർന്നിരുന്നത്. എന്നാൽ 2030 ഇത് 100 ദശലക്ഷമായി ഉയർത്തുകയാണ് അധികൃതരുടെ ലക്ഷ്യം. അതേസമയം സൗദിയുടെ നിലവിലുള്ള വിമാന കമ്പനിയായ സൗദി എയർലൈൻസിനെ തീർത്ഥാടന ടൂറിസത്തിനായി ഉപയോഗിക്കാനും സൗദിക്ക് പദ്ധതിയുണ്ട്. നിലവിൽ ആഭ്യന്തര സർവീസുകളാണ് സൗദി പ്രധാനമായും നടത്തിവരുന്നത്. ജിദ്ദ അന്താരാഷ്ട്ര വിമാനത്താവളം കേന്ദ്രമായ ഹജ്ജ്, ഉംറ തീർത്ഥാടനത്തിന് കൂടുതൽ ഊന്നൽ നൽകിയുള്ള സർവീസുകളാവും പുതിയ എയർലൈൻസ് വരുന്നതോടെ സൗദി ലക്ഷ്യം വയ്ക്കുക. നിലവിലെ ഗൾഫ് മേഖലയിലെ ബിസിനസ് ഹബ്ബാണ് പ്രധാനമായും UAEയിലെ ദുബായ്. എന്നാൽ സൗദി തലസ്ഥാനമായ റിയാദിനെ മേഖലയിലെ മറ്റൊരു ബിസിനസ് കേന്ദ്രമായി വളർത്തിയെടുക്കുകയെന്നതും കിരീടാവകാശിയുടെ സ്വപ്ന പദ്ധതികളിൽ ഒന്നാണ്. രാജ്യത്തേക്ക് കൂടുതൽ വിദേശ കമ്പനികളെ ആകർഷിക്കുന്നതിന്റെ ഭാഗമായി വിവിധ പദ്ധതികൾ നടപ്പിലാക്കി വരികയാണ് സൗദി. 2024 മുതൽ സൗദിയിൽ ഹെഡ്ക്വാർട്ടേഴ്സ് ഇല്ലാത്ത കമ്പനികൾക്ക് നിർമ്മാണ ലോജിസ്റ്റിക്സ് കരാറുകൾ നൽകില്ലെന്ന് സൗദി നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നിലവിൽ ദുബായ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന പല അന്താരാഷ്ട്ര കമ്പനികളും ആസ്ഥാനം റിയാദിലേക്ക് മാറ്റാനിരിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നത്. പുതിയ ട്രാൻസ്പോർട്ട് നയത്തിന്റെ ഭാഗമായി സൗദി തലസ്ഥാനമായ റിയാദിനെയും പടിഞ്ഞാറൻ തീരദേശ നഗരമായ ജിദ്ദയെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന പുതിയ റെയിൽവേ ആരംഭിക്കാനും തീരുമാനമുണ്ടെന്ന് ഗതാഗത ലോജിസ്റ്റിക്സ് സർവീസ് മന്ത്രി എഞ്ചിനീയർ സാലിഹ് അൽ ജാസർ വ്യക്തമാക്കി. അതോടൊപ്പം സൗദിയുടെ കിഴക്കിനെയും പടിഞ്ഞാറിനെയും ബന്ധിപ്പിക്കുന്ന ലാൻഡ് ബ്രിഡ്ജ് പദ്ധതിയും നിലവിലെ റോഡ് ശൃംഖലയുടെ വികസനവും പുതിയ നാഷണൽ സ്ട്രാറ്റജി ഓഫ് ട്രാൻസ്പോർട്ട് ആൻഡ് ലോജിസ്റ്റിക്സിന്റെ ഭാഗമാണെന്നാണ് പറയപ്പെടുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.